ഫെൻസിൽ നമുക്ക് ഇലട ഉണ്ടാക്കുന്നത് കാണാം. തിളച്ച വെള്ളത്തിലേക്ക് ഉപ്പിട്ടിട്ട് അരിപ്പൊടി ചേർക്കുക. പത്തിരിക്ക് പോലെ വാട്ടിയെടുക്കുക. ഇനി തേങ്ങയിലേക്ക് ജീരകവും ശർക്കരയും ചേർത്ത് നല്ലപോലെ കുഴയ്ക്കുക. ഇനി നമ്മൾ പത്തിരിപ്പൊടിയും കുഴച്ചെടുക്കുക. ഇനി പ്രധാനമായിട്ട് വേണ്ടത് ഈ ഇലയാണ്. എന്നിട്ട് ഈ മാവ് അതിൽ പരത്തിയതിന് ശേഷം ശർക്കരൻ്റെ മിക്സും വെച്ചിട്ട് ഇതുപോലെ ആക്കിയെടുക്കുക. അങ്ങനെ എല്ലാതും ചെയ്തെടുക്കുക. ഇഡ്ഡലി ചെമ്പിൽ ആവിയിൽ കയറ്റിയെടുക്കുക എല്ലാതും. അപ്പോൾ ഞാൻ ഇതിൻ്റെ ഇടയിൽ ഒരു കോഴിക്കട്ട ഉണ്ടാക്കിയിട്ടുണ്ട്. ഈ വീഡിയോ കാണാൻ എല്ലാവരും ലൈക്കും സബ്സ്ക്രൈബ് ചെയ്യാത്ത സബ്സ്ക്രൈബ് ചെയ്യണേ. അങ്ങനെ അത് വേവിച്ചെടുത്തിട്ടുണ്ട്. ഈ സൈഡിൽ കാണുന്ന വെള്ളമല്ലേ, അതാണ് കോഴിക്കട്ട. അത് എൻ്റെ സ്പെഷ്യൽ കോഴിക്കട്ട. അങ്ങനെ നമ്മളുടെ ഇലട റെഡിയായി. നല്ല ടേസ്റ്റാണ്. എല്ലാവരും ഒന്ന് വീട്ടിലുണ്ടാക്കി നോക്കണേ. ഇനി അതിലേക്കൊരു പാൽ ചായയും അതും കൂട്ടിയിട്ട് നല്ല ടേസ്റ്റാണ്. നിങ്ങൾക്ക് ഇലട ഇഷ്ടമാണോ? ഇഷ്ടമാവുകയാണെങ്കിൽ കമൻറ്റ് ബോക്സിൽ യെസ് പറയണം. ഇഷ്ടമായിട്ടില്ലെങ്കിൽ നോയും പറയണം. അപ്പോൾ ശരി, ടാറ്റ. നെക്സ്റ്റ് വീഡിയോയുമായി കാണാം.